ഈ ഐറ്റം കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ടോ? നല്ല അടിപൊളിയായിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു ഐറ്റമാണിത്. സ്നാക്കായിട്ട് നിങ്ങൾക്ക് കഴിക്കാം. നോമ്പ് തുറയ്ക്ക് ഒരു സ്റ്റാർട്ടറായിട്ടോ പാർട്ടി സ്റ്റാർട്ടറായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി വിഭവമാണ് ഇന്ന്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് വേണ്ടത്, ആദ്യം നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ടീസ്പൂണോളം ഓയിൽ ചേർത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു ഒനിയൻ ചോപ്പ് ചെയ്തത് 1 കപ്പോളം ഉണ്ട്. അതിനെ ചെറുതായി ചോപ്പ് ചെയ്തതാണ് ഇട്ടിരിക്കുന്നത്. ഇത് ഫില്ലിംഗ് ആയതുകൊണ്ട് വലുതായി ചെയ്യണമെന്നില്ല. ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായി ഒന്ന് ഗോൾഡൻ കളർ ആവുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും, ആവശ്യത്തിന് എരിവാണ്, അപ്പോൾ 1 ടീസ്പൂണോളം ചില്ലി പൗഡർ ചേർത്തി കൊടുത്തിട്ടുണ്ട്. എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് ചേർക്കാം. 1/2 ടീസ്പൂൺ കൂടി നമ്മുടെ വറുത്ത ജീരകത്തിൻ്റെ പൊടി, ഒരു 1/2 ടീസ്പൂൺ ചാറ്റ് മസാല. ഇനി അതിനെ ജസ്റ്റ് ഒന്ന് ചൂടാക്കുന്നതേ ഉള്ളൂ. എപ്പോഴും നമ്മൾ ഇത് മസാല ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് ചൂടാക്കരുത്. അപ്പോൾ അതിൻ്റെ ഫ്ലേവറും ടേസ്റ്റും പോവും. ഈ ചാറ്റ് മസാലയ്ക്കൊക്കെ പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഗരം മസാല ചേർക്കാം. 1 കപ്പ് വേവിച്ച് വെച്ചിട്ടുള്ള കോണാണ് ചേർത്തി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാ കോണ് മിക്സ് ആയിട്ടുണ്ട്. അതിൻ്റെ ഫില്ലിങ് ഈ മസാലയിലേക്കൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു വലിയ കപ്പിന് 1 കപ്പ് പനീറും കൂടി, ഒരു 250 ഗ്രാം പനീറും കൂടി ചേർത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നന്നായി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് നിങ്ങളൊന്ന് നോക്കിയിട്ട് ഇടുന്നതായിരിക്കും നല്ലത്. നമ്മൾ ഓൾറെഡി കോണൊക്കെ വേവിക്കുമ്പോൾ ഉപ്പ് ഇട്ടിട്ടായിരിക്കും വേവിച്ചത്. ഇപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ സാൻഡ്വിച്ചിൻ്റെ ഫില്ലിംഗ് ആയിട്ടും വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. നന്നായി ഒന്ന് മാഷ് ചെയ്ത് എല്ലാ സ്ഥലത്തേക്കും ആവുന്ന മാതിരി നമ്മളതിനെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി കുറച്ച് നമ്മുടെ മല്ലിയുടെ ഇലയും കൂടി ചേർത്തി കൊടുക്കുന്നുണ്ട്. മല്ലിയുടെ ഇല കുറച്ച് കൂടുതൽ വേണമെന്നുള്ളവർക്ക് അങ്ങനെ കൂടുതൽ ചേർത്തി കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ ഇനി ഈ ഫില്ലിംഗ് ഒന്ന് തണുക്കാനായിട്ട് വയ്ക്കണം. എന്നാലേ നന്നാവുള്ള. എരിവ് നോക്കിയപ്പോൾ കുറവായിരുന്നു. അപ്പോൾ ഇത്തിരി ഫ്ലേവറും ടേസ്റ്റിനും 1 ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സും കൂടി ചേർത്തി കൊടുത്തിട്ടുണ്ട്. ഇനി അതിനെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം തണുക്കാൻ വയ്ക്കാം. തണുത്തതിന് ശേഷം മാത്രമേ ഇത് ഫില്ല് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ ഫില്ല് ചെയ്യാൻ എടുക്കുന്ന ബ്രെഡാണ്, നമ്മുടെ നോർമൽ ബ്രെഡാണ് എടുക്കുന്നത്. ഇതിപ്പോൾ സാൻഡ്വിച്ച് ബ്രെഡ് എന്ന് പറഞ്ഞിട്ട് കിട്ടുന്ന ബ്രെഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വീറ്റിൻ്റെ ബ്രെഡ് കൊണ്ട് ട്രൈ ചെയ്തപ്പോൾ ശരിയായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്കൊരു നോർമൽ ബ്രെഡ് ഉപയോഗിക്കുന്നതാണ് കുറച്ചും കൂടി നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. 4 സൈഡും നമ്മൾ കട്ട് ചെയ്യാം ആദ്യം. ഇനി ഇതിനെ നമുക്ക് ജസ്റ്റ് ഒന്ന് ചപ്പാത്തി ഇത് വെച്ചിട്ട് ഒന്ന് നമുക്ക് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊരു തിൻ ഷീറ്റ് പോലെയാണ് നമ്മളിതിനെ ചെയ്യുന്നത്. ഇതായിട്ടുണ്ട്, നമ്മുടെ തിന്നായിട്ടുള്ള ഷീറ്റായിട്ട് തന്നെ ആവുന്നുണ്ട്. ഒരുപാട് സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡാണെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് കേട്ടോ, പൊടിഞ്ഞു പോകും. ഇനി നമുക്ക് 4 സൈഡിലും കുറച്ച് സൈഡിലൊക്കെ ഒന്ന് വെള്ളമാക്കി കൊടുക്കുക. എന്നാലേ ഇത് റോൾ ചെയ്യുമ്പോൾ അടയ്ക്കാനുള്ള പറ്റുള്ളൂ. ഇനി അതിൻ്റെ നടുവിലല്ല ഫില്ല് ചെയ്യേണ്ടത്, കുറച്ച് നടുവിനേക്കാൾ കുറച്ച് മുകളിലായിട്ട് തന്നെയാണ് ഇത് ഫില്ല് ചെയ്യേണ്ടത്. ഇനി നമ്മുടെ 2 സൈഡിൽ നിന്നും ഒരേപോലെ തന്നെ അടയ്ക്കുക. എന്നിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ആ സൈഡിനെ നമ്മൾ ആ വെള്ളം കൊണ്ടാക്കിയതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുറച്ചും കൂടി കംഫർട്ടബിളായിട്ട് നമുക്ക് റോൾ ചെയ്തെടുക്കാൻ പറ്റും. ഇത് കണ്ടോ, ഈസി ആയിട്ട് റോൾ ചെയ്തു. അപ്പോൾ അവസാനം നമ്മളതിൻ്റെ ഫില്ല് ചെയ്തതിനെ ഒന്ന് മടക്കിയിട്ട് അവിടെ കുറച്ച് നന്നായിട്ടൊന്ന് വെള്ളമാക്കിയിട്ട് ഒന്ന് അമർത്തി കൊടുത്താൽ പെർഫെക്റ്റ് ആയിട്ട് ഉള്ളൂ. വെള്ളത്തിന് പകരം നിങ്ങൾക്കിപ്പോൾ കുറച്ച് മൈദയിൽ വെള്ളം കലക്കിയിട്ട് വേണമെങ്കിലും ചെയ്യാം. ഇതിപ്പോൾ വെള്ളം കൊണ്ട് തന്നെ അത് കറക്റ്റായിട്ട് പെർഫെക്റ്റ് ഷേപ്പിൽ തന്നെ വന്നിട്ടുണ്ട്. ബാക്കിയുള്ളതും ഇതേമാതിരി തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇതാ അപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് വറുത്തെടുക്കാം. അതിനായിട്ട് ഇതാ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇത് വറുത്തെടുക്കുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിൽ വറുത്തെടുക്കുക. എണ്ണ നല്ലോണം ചൂടായ എണ്ണയിലേക്ക് ഇട്ടതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വറുത്തെടുക്കുന്നതാണ് നല്ലത്. എണ്ണ എപ്പോഴും വറുത്ത് കോരുമ്പോഴും ഇടുന്ന സമയത്ത് നല്ല ചൂടിലാണെങ്കിൽ എണ്ണ അധികം കുടിക്കാതിരിക്കും കേട്ടോ. അതാണ് ഇന്നത്തെ ഒരു ടിപ്പ്. അപ്പോൾ ഇതാ നമുക്കതിനെ ഒന്ന് മറിച്ചിടാം. ഒന്ന് ആയതിന് ശേഷം മറിച്ചിടുന്നതാണ് എപ്പോഴും പെർഫെക്റ്റ് ആയിട്ടാവുക. ഇതിലിപ്പോൾ ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ ഓൾറെഡി കുക്ക്ഡാണ്. ഇത് കണ്ടോ, നമ്മുടെ അടിപൊളിയായിട്ട് 2 സൈഡിലേക്ക് നമ്മൾ മറിച്ചിട്ട് നന്നായിരിക്കണം. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇത് ഒരുപാട് ഇഷ്ടപ്പെടും. നല്ല ഹെൽത്തിയാണ്. ബ്രെഡും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് ഷീറ്റൊന്നുമില്ല, കുറച്ച് ബ്രെഡ് ഉണ്ടെങ്കിൽ നമുക്കിതിനുള്ളിൽ ഫില്ല് ചെയ്തെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇതാ റെഡിയായി വന്നിട്ടുണ്ട്. ബാക്കിയുള്ളതും നമുക്ക് ഇതേപോലെ തന്നെ വറുത്തെടുക്കാം. കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നില്ലേ, നല്ല കളർഫുള്ളായിട്ടുണ്ടല്ലേ.
അപ്പോൾ ബാക്കിയുള്ളതും കൂടി ഉണ്ടാക്കി എടുത്തു റെഡി. ഇത് സോസിന്റെ കൂടെ നമുക്ക് സോസിന്റെ കൂടെയോ കൊറിയാൻഡർ ചട്നിയുടെ കൂടെയോ എന്തിന്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, കമന്റ് ചെയ്യൂ, ഷെയർ ചെയ്ത് എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായം അറിയിക്കൂ. താങ്ക് യു. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.